ഏവർക്കും സുപ്രഭാതം. 127 വയസ്സുള്ളപ്പോൾ മരിച്ച അബ്രഹാമിന്റെ ഭാര്യ സാറായി അടക്കം ചെയ്യുവാൻ ശ്മശാന ഭൂമിക്ക് വേണ്ടി അബ്രഹാം ഹിത്യരോട് അപേക്ഷിക്കുകയാണ്. അത് പണം കൊടുത്തു വാങ്ങിക്കുവാൻ അബ്രഹാം തയ്യാറാണ്. പക്ഷെ ഹിത്യരാകട്ടെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് അബ്രഹാമിന് മുമ്പാകെ കാഴ്ചവെച്ചത്. അവർ പറയുകയാണ്, നിന്റെ ഭാര്യ സാറായി അടക്കം ചെയ്യുവാനുള്ള സ്ഥലം ഞങ്ങൾ സൗജന്യമായിട്ട് തരാം. അബ്രഹാം അതിന് സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് സൗജന്യമായിട്ട് കൊടുക്കുവാൻ ഹിത്യർ തയ്യാറായത്? അബ്രഹാമിനോടുള്ള അവരുടെ കാഴ്ചപ്പാടാണ്. അവർ പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു ആകുന്നു എന്നുള്ളതാണ്. നോക്കുക, വാസ്തവത്തിൽ അബ്രഹാമിനുണ്ടായിരുന്ന സാക്ഷ്യം എത്ര ഉന്നതമായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തുന്ന, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ നിലയിൽ തന്നെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു കഥാപുരുഷനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിത്യർക്ക് അത് ബോധ്യമാകുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മെ കാണുന്ന, നമ്മെ വീക്ഷിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് നാമും തിരിച്ചറിയണം. നാം ദൈവത്തിന്റെ സ്ഥാനാപതികളായിട്ട് ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും ദൈവത്തിന്റെ നാമം ഉയരുവാൻ, ലോകത്തിന് നാം ദൈവമുള്ളവരാണെന്ന് ബോധ്യമാകുവാൻ ഇടയായിട്ട് തീരണം. അങ്ങനെ സാക്ഷ്യമുള്ള ഒരു ജീവിതത്തെ കാഴ്ചവെക്കുവാൻ സർവേശ്വരൻ ഇന്ന് പകലിൽ എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.